എല്ലാവർക്കും ന്യൂ ഇയറൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾ ഈ വർഷം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഫംഗ്ഷൻ ഏതാ? ഞാൻ ദേ ഈ വർഷത്തെ ആദ്യത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാ. അങ്ങനെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ചോദിച്ച് പോവലായിരുന്നു എൻ്റെ പരിപാടി. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏതോ സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. സംഭവം പട്ടിക്കാട് ലാലിസ് കൺവെൻഷൻ സെൻറ്ററിലായിരുന്നു പ്രോഗ്രാം. ഞാൻ മണ്ണൂത്തി വരെ പോയിട്ടുണ്ട്. അതിനപ്പുറം പോകാത്തതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അവസാനം അവിടെ എത്തി കൂടെ വന്നവളെ കണ്ടപ്പോഴാണ് ഒരാശ്വാസമായത്. കുറച്ച് നാളുകൾ കൂടി കാണുന്നതിൻ്റെ ഉള്ള ഒരു ചെറിയ സന്തോഷം. അതാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ തവണത്തെയും പോലെ ഞങ്ങൾ ഇപ്രാവശ്യം തെറ്റിച്ചില്ല. ഫംഗ്ഷൻ തുടങ്ങി പകുതിയായപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അത് പിന്നെ അങ്ങ് ശീലമാണല്ലോ. പിന്നെ ചുറ്റുപാടും എല്ലാം നിരീക്ഷിച്ച് നമ്മുടെ സ്റ്റാർട്ടേഴ്സിൻ്റെ കൗണ്ടർ കണ്ടുപിടിച്ച് നേരെ അങ്ങോട്ട് വിട്ട്. അങ്ങനെ ഫ്രഷേഴ്സൊക്കെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ പുറത്തോട്ട് ചാടി. എല്ലാവരും ഒരു ഫംഗ്ഷന് പോയിട്ട് അവിടെ തന്നെ കുത്തിയിരിക്കുക നമുക്ക് പറഞ്ഞ പരിപാടിയല്ലല്ലോ. പിന്നെ ഈ ചാട്ടത്തിൻ്റെ വേറൊരു ഉദ്ദേശവും കൂടെ ഉണ്ട് കേട്ടോ. കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇത്രയും ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇതിൻ്റെയൊക്കെ ഇടയിൽ മുടി കളർ ചെയ്തത് എന്നെ കാണിക്കാൻ പെട്ട ഒരു പെടാപ്പാട് നിഷ്പ്രമമായി പോയതിൻ്റെ ഏറ്റവും ചെറിയൊരു സങ്കടം മറിഞ്ഞു കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും സ്റ്റേജിൽ കയറി. അപ്പോഴും അവിടുത്തെ ഫോട്ടോഷൂട്ടൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. അതിനിടയിൽ ഞങ്ങളുടെ വിശിഷ്ടാതിഥിയെ വിളിച്ചിട്ട് കേൾക്കാത്തതിൻ്റെ ചെറിയൊരു ചമ്മൽ അവിടെ ഒഴുകിക്കൊണ്ടിരുന്ന പാട്ടിലൂടെ അങ്ങ് മറഞ്ഞുപോയി. കുറച്ച് നേരം അവിടെ നിന്ന് ഞങ്ങളെ അവൾക്ക് കാണിച്ചു കൊടുത്തതിന് ശേഷം വെയിലത്ത് ഒലിച്ചു പോയ മേക്കപ്പ് എല്ലാം ഒന്ന് മിനുക്കിയെടുത്ത്. പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല, നേരെ വിട്ട് ഫുഡ് കൗണ്ടറിലോട്ട്. എല്ലാവരെക്കാളും ഒരു വെറൈറ്റിക്ക് ആദ്യം തന്നെ ഞങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് ആയിരുന്നു ട്രൈ ചെയ്തത്. ഐസ്ക്രീമും ഗുലാബ് ജാമും ഹൽവയും ഒന്നും നോക്കാതെ അങ്ങ് വെട്ടി വിഴുങ്ങി. പിന്നെന്താ, ആ കയറിയ ഷുഗർ ഒന്ന് കുറയ്ക്കാനായിട്ട് ഫുഡ് അടിക്കാൻ തുടങ്ങി. ഫുഡ് കഴിക്കാനായിട്ട് ചെന്നിരുന്നപ്പോൾ കൂടെ വന്നവൾക്ക് പനിയുണ്ടോയെന്ന് നോക്കലായിരുന്നു ഫസ്റ്റ് പരിപാടി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു വന്നപ്പോഴും അവിടെ ഫോട്ടോ എടുപ്പ് നടക്കുന്നതേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് അവസാനമൊക്കെ ആയപ്പോഴാട്ടോ ഇവർ കേക്ക് മുറിച്ചത്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് അവളോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇറങ്ങുന്നതിന് മുമ്പ് വീണ്ടും ഒരു 2 ഗ്ലാസ് ജ്യൂസ് അങ്ങ് അടിച്ചു കയറ്റി. ഇവിടെ നമ്മൾ പരിപാടി തീർക്കുകയാണ്. വന്ന വഴി മറക്കരുതെന്നല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റി മാമിനോടൊക്കെ എവിടെ പോയിട്ടാ ചേട്ടാ വണ്ടി കയറാമെന്നതൊക്കെ ചോദിച്ചാണ് തിരിച്ചും പോയത്. ചെന്നുടനെ ബസ് കിട്ടി എന്തായാലും. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. ഇവളെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ മാർക്കറ്റ് കാണിച്ചതിന് ശേഷമാണ് വണ്ടി കയറ്റി വിടാൻ നിന്നത്. നിന്ന് മതിയായിട്ട് ഇവിടെ ഞാൻ ഇരിഞ്ഞാലക്കൂടെ വണ്ടി കയറ്റി വിട്ടിട്ടുണ്ട്. എവിടെ ചെന്നിറങ്ങുമോ എന്തോ. അങ്ങനെ അവളെ ആ വണ്ടിയിൽ കയറ്റി ആ വണ്ടിയെടുത്ത് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന വരെ ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ടാണ് എൻ്റെ വണ്ടി പിടിച്ചത്. പിന്നെ നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഞങ്ങളുടെ നിക്കിക്കുട്ടിയുടെ ദിയച്ചേച്ചിക്കും മനച്ചേട്ടന് നല്ലൊരു വിവാഹാശംസ നേർന്ന് എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. അപ്പം ബൈ ബൈ.